17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അന്വേഷണം എങ്ങും എത്താതെ അവസാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ പ്രതികളും രക്ഷപ്പെടാൻ പോകുന്നു, ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. SITക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. SIT അന്വേഷണത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. SIT അന്വേഷണം വഴിതെറ്റിയെന്നും VD സതീശൻ വിമർശിച്ചു. പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക എന്ന ലക്ഷ്യമാണ് CPIM-നും മുഖ്യമന്ത്രിക്കുമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സ്വർണം കട്ടത് CPIM നേതാക്കൾ. ജയിലിലായ 3 CPM-ന്റെ നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരികയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനായി SITക്ക് മേൽ കനത്ത സമ്മർദ്ദം നടത്തുന്നു. എല്ലാവരെയും സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. സോണിയാഗാന്ധിയെ മനഃപൂർവ്വം വലിച്ചിഴക്കുന്നുവെന്ന് VD സതീശൻ ആരോപിച്ചു. അതിന് സോണിയാഗാന്ധിയെ പറയുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. പ്രിയങ്ക ഗാന്ധിയാണോ അയ്യപ്പന്റെ സ്വർണം കവർന്നത്? CPIM BJP ധാരണയാണ്. BJP നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് CPIM ശ്രമിക്കുന്നതെന്ന് VD സതീശൻ ആരോപിച്ചു. AKG സെന്ററിൽ ഇരുന്നും മന്ത്രിമാരുടെ വസതിയിൽ നിന്നും വ്യാപകമായി വ്യക്തിപരമായി തേജോവധം ചെയ്യുകയാണ്. ഇതിൽ നിന്ന് CPIM ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ ആകില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സ്വർണ്ണ കവർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ച് ഉന്നതന്മാരിലേക്ക് എത്താനുണ്ട്. അവരിലേക്ക് എത്തുന്നതുവരെ UDF ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് VD സതീശൻ പറഞ്ഞു. മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. SITക്ക് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണം. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും ചർച്ചയല്ല വേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭയിൽ പല രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിക്കും. ഇപ്പോഴത്തെ ഭരണപക്ഷവും പല രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ കസേര എടുത്ത് താഴെയിട്ട ആളെ കൂടി ഇരുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക.